ചില സിനിമകൾ അങ്ങനെയാണ്. തിയേറ്റർ വിട്ടിറങ്ങിയാലും അവയുടെ അലയൊലികൾ മനസ്സിൽ അങ്ങനെ കിടക്കും. ഇതൊക്കെയല്ലേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് നമ്മോട് തന്നെ ചോദിപ്പിക്കും. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാകും സിനിമ സംസാരിക്കുന്നതും. അത്തരമൊരു ചിത്രമാണ് അരുൺ വൈഗയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഫാമിലി ഫീൽഡ് എന്റർടൈനറായി ഒരുങ്ങിയ ചിത്രം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളുടെ നേർസാക്ഷ്യം കൂടിയാണ്. അത് കറക്റ്റായി എക്സിക്യൂട്ട് ചെയ്യാൻ രചയിതാവ് കൂടിയായ അരുൺ വൈഗയ്ക്ക് സാധിച്ചു എന്നത് അഭിനന്ദനാർഹമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും മൂന്നാം മുന്നണിയും ചേർന്ന് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതെന്തിനാണെന്ന ചോദ്യം നിലനിർത്തിക്കൊണ്ടാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള മുന്നോട്ട് പോകുന്നത്. വിദേശത്ത് പഠനം, അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ജോലി, ബാക്കി ജീവിതം ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ. കുറച്ചു കാലങ്ങളായി ശരാശരി മലയാളി ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ പ്ലാനിംഗ് ഏകദേശം ഇതുപോലൊക്കെയാണ്. മക്കളെ എങ്ങനെയെങ്കിലും നാട് കടത്താൻ നോമ്പും പ്രാർത്ഥനയുമായി നടക്കുന്ന മാതാപിതാക്കളും കുറവല്ല. ഇവർക്കെല്ലാവർക്കും കണക്ട് ആകുന്ന ഫീൽഹുഡ് ഫാമിലി എന്റർടൈനറാണ് അരുൺ വൈഗ സംവിധാനം ചെയ്ത യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അല്ലെങ്കിൽ UK എന്ന ചിത്രം. ഒട്ടും അതിശോക്തിയില്ലാതെ കേരളത്തിലെ യുവാക്കളുടെ ജീവിതാനുഭവങ്ങളെ കൃത്യതയോടെ ചിത്രം അവതരിപ്പിക്കുന്നു. ചെറുപ്പക്കാർ കൂട്ടത്തോടെ നാടുവിടുമ്പോൾ നാട്ടിൽ ബാക്കിയാകുന്നത് പൂട്ടിക്കിടക്കുന്ന വലിയ വീടുകളും നോക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് വൃദ്ധസദനങ്ങൾ അഭയം പ്രാപിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുമാണ്. പുതിയൊരു രാജ്യത്ത് വേറിട്ട സംസ്കാരത്തിനൊപ്പം ജീവിതം കരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരും അതിരുകളില്ലാത്ത പ്രതിസന്ധികളാണ് നേരിടേണ്ടി വരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങളുടെ ബുദ്ധിയും കഴിവും നമ്മുടെ നാടിന് പ്രയോജനപ്പെടുത്തിക്കൂടാ എന്നൊരു വലിയ സാമൂഹ്യ വിഷയമാണ് അരുൺ വൈഗ തന്റെ ചിത്രത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ടോണി എന്ന യുവാവിന്റെയും അച്ഛൻ റോയിയുടെയും ജീവിതമാണ് സിനിമ പറയുന്നത്. മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കാണുന്ന ഏതൊരു മലയാളി കുടുംബത്തിന്റെയും നേർപതിപ്പാണ് ടോണിയുടെ കുടുംബം. മൈക്ക്, ഗോളം, ഖൽബ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത രഞ്ജിത്ത് സജീവാണ് ടോണി എന്ന കഥാപാത്രമായി ചിത്രത്തിലെത്തിയത്. പക്വതയാർന്ന പ്രകടനമാണ് രഞ്ജിത്തിൻ്റെത്. ടോംബോയ് ലുക്കിൽ നിന്നും നാടൻ കഥാപാത്രമായി മാറുമ്പോഴും അനായാസമായ അഭിനയ ശൈലി കൊണ്ട് ആ വേഷത്തിൽ രഞ്ജിത്ത് ഭേദമായിരുന്നു. റോയ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജോണി ആന്റണിയാണ്. രസകരമായ അച്ഛൻ മകൻ കോംബോയാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആക്ഷനും നൃത്തവും ഇമോഷനും എല്ലാം കൈയടക്കത്തോടെ രഞ്ജിത്ത് സജീവ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി സൂക്ഷ്മയും അഭിനയശൈലിയുടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കുകയാണ് ജോണി ആന്റണിയുടെ റോയ്. ഇന്ദ്രൻസ്, മഞ്ജു പിള്ള, മനോജ് കെയു, സംഗീത, റോണി ഡേവിഡ്, മീര വാസുദേവ്, സാരംഗി ശ്യാം എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും മികച്ച പ്രകടനവുമായി ചിത്രത്തിലുണ്ട്. സംവിധായകൻ അൽഫോൺസ് പുത്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി ചിത്രത്തിലെത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയായും മിന്നും പ്രകടനമായി മനോജ് കെ ജയൻ കാഴ്ചവെക്കുന്നുണ്ട്. യുവാക്കൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അരുൺ വൈഗ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. യുവത്വത്തിന്റെ ആഘോഷവും പാട്ടും നൃത്തവും ഫൈറ്റും എല്ലാം ഒത്തുചേരുമ്പോഴും വളരെ ഹൃദ്യമായ കുടുംബ മുഹൂർത്തങ്ങളും ചിത്രത്തിൽ കോർത്തിണക്കിയിട്ടുണ്ട്. സംഗീതവും ഛായാഗ്രഹണവും സിനിമയുടെ മാറ്റുകൂട്ടുന്നു. സിനോജ് പി അയ്യപ്പനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ. ശബരീഷ് വർമ്മ രചിച്ച വരികൾക്ക് രാജേഷ് മുരുകേശൻ സംഗീതം പകർന്നിരിക്കുന്നു. ചിത്രത്തിന്റെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഹൃദയഹാരിയാണ്. ഫ്രാഗ്നന്റ് നേച്ചർ ഫിലിംസ്, പൂയപ്പള്ളി ഫിലിംസ് എന്നീ ബാനറുകളാണ് ആൻ, സജീവ്, അലക്സാണ്ടർ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ഫീൽഹുഡ് പടങ്ങളിൽ നിന്നും വിഭിന്നമായി വളരെ ഗൗരവമായൊരു വിഷയത്തെ രാഷ്ട്രീയം ഉൾപ്പെടുത്തി കല്ലുകടികളൊന്നുമില്ലാതെ ബിഗ് സ്ക്രീനിൽ എത്തിച്ചു എന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ വലിയൊരു വിജയമാണ്. മികവുറ്റ പശ്ചാത്തല സംഗീതവും അടിപൊളി ഗാനങ്ങളും സമ്മാനിച്ച രാജേഷ് മുരുകേശനും കയ്യടി അർഹിക്കുന്നുണ്ട്. ഇടയ്ക്ക് വീണുപോകുമെന്ന് കരുതിയിടത്തെല്ലാം പടത്തെ താങ്ങി നിർത്തിയതും അദ്ദേഹത്തിന്റെ സംഗീതം തന്നെയാണ്. ആകെ മൊത്തത്തിൽ ഇന്നത്തെ തലമുറയും മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട പടമാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നത്.